ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. പതിവ് പോലെ ഞാനിന്ന് ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് 26/10/2025 ഞായറാഴ്ച, അതായത് ഒക്ടോബർ 26 ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. 22 ക്യാരറ്റ് 916 ഗോൾഡ് ഗ്രാമിന് മേലെ 1 ഗ്രാമിന് 11,515 രൂപയും 1 പവന് 92,120 രൂപയുമാകുന്നു. അതുപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡിന് KGSMA എന്ന അസോസിയേഷന് റേറ്റ് ഗ്രാമിന് 9,470 രൂപയും പവന് 75,760 രൂപയുമാകുന്നു. 18 ക്യാരറ്റ് ഗോൾഡിന് KGSMAൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കേരളത്തിൽ 2-3 അസോസിയേഷൻ ഉണ്ടെങ്കിലും KGSMA AKGSMAS ഭവനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത്. അവർക്ക് 2 പേർക്കും 18 ക്യാരറ്റിന് 2 റേറ്റാണ്. അപ്പോൾ AKGSMAS ഭവൻ്റെ റേറ്റ് കൂടി ഞാൻ പറയാം. AKGSMAS ഭവൻ്റെ റേറ്റ് 1 ഗ്രാമിന് 9,530 രൂപയും 1 പവന് 76,240 രൂപയുമാകുന്നു. അപ്പോൾ 18 ക്യാരറ്റിന് മാത്രമാണ് വില വ്യത്യാസം ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ 18 ക്യാരറ്റിന് 2 റേറ്റും പറഞ്ഞത്. 18 ക്യാരറ്റിന് ഇപ്പോൾ സ്വർണ്ണവില ഇങ്ങനെ ഉയരുന്നതിനനുസരിച്ച് 18 ക്യാരറ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് 18-നാണ് അധികം ഇപ്പോൾ ആളുകൾ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ജ്വല്ലറിയിലൊക്കെ പോയാൽ അതിനകത്ത് തിരക്ക് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് 18 ക്യാരറ്റിൻ്റെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ 14 ക്യാരറ്റ് ഗോൾഡിന് വരുന്നത് 7,380 രൂപയാണ് ഗ്രാമിന്. 1 പവൻ്റെ മേലെ 59,040 രൂപയാണ്. അപ്പോൾ കേരളത്തിൽ 2-3 അസോസിയേഷൻ ഉണ്ടെങ്കിലും 18-ന് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അതുകൊണ്ടാണ് 18-ൻ്റെ മാത്രം ഞാൻ പറഞ്ഞത്. 14 ക്യാരറ്റിനും 22 ക്യാരറ്റ് 916-നും വില വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പോലെ തന്നെ എനിക്കും കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. സ്വർണ്ണവില ഇങ്ങനെ കുറയുന്നത് ആലോചിച്ചിട്ടോ. എനിക്ക് കുറച്ച് തോനെ കൊടുക്കാണ്ടായിരുന്നു. എനിക്ക് അതിനേക്കാൾ അർജൻറ്റുള്ള ഇത് ചെയ്യാനുള്ളതുകൊണ്ട് എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ കൊടുക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഞാനൊരു വ്യാഴാഴ്ച, അതായത് വെള്ളിയാഴ്ച വരെ അടുത്ത ആഴ്ചയിലേക്കൊക്കെ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ട്രംപിൻ്റെ നമ്മളെ ചൈനേൻ്റെ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും മീറ്റിംഗ് ഉണ്ട് വ്യാഴാഴ്ച അന്ന്. അപ്പോൾ അത് ഒരു നിർണായക ഘട്ടമാണ് സ്വർണ്ണത്തിനെ അപേക്ഷിച്ചിട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറയാനുള്ളൊരു സാഹചര്യം കാണുന്നില്ല. എന്നിട്ടും എന്താണ് മാർക്കറ്റിൽ ഇങ്ങനെ ഇടിവ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇവരെ പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും മെയിൻ പാർട്ടാണ് വ്യാഴാഴ്ചത്തെ ട്രംപിൻ്റെയും ചൈനേൻ്റെയും അമേരിക്കൻ്റെയും ചൈനേൻ്റെയും പ്രസിഡന്റുമാരുടെ മീറ്റിംഗ്. അത് കഴിഞ്ഞാലേ സ്വർണ്ണഗതി എന്താവുന്നുള്ളൂ നമുക്കൊരു ധാരണ കിട്ടുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.